രണ്ടാമത്തെ പാഠം, അവസാനത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പാഠം IT ആപ്ലിക്കേഷൻസ് ആണ്. ITയുടെ വിവിധ മേഖലകളിലെ ഉപയോഗമാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് കഴിഞ്ഞ ഇൻ്റർനെറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ച്, സാമൂഹിക വ്യവഹാരത്തെക്കുറിച്ച്, സാമൂഹിക ഇടപെടലുകളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുക പോലും അസാധ്യമാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ ആളുകൾ തമ്മിൽ നേരിട്ടുള്ള സമ്പർക്കം വഴി ഉള്ള എല്ലാ സാമൂഹ്യ ഇടപെടലുകളും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു വിർച്വൽ ലോകത്താണ്, കൃത്രിമ ലോകത്താണ്, ഇന്ന് ഇൻ്റർനെറ്റ് എന്ന സൈബർ ലോകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ICTക്ക് ഇവിടുന്നും ഇനി അങ്ങോട്ടും സമൂഹത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ITയുടെ വിവിധ മേഖലകളിലെ ഉപയോഗം, ഇവിടെ ആദ്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ICT എന്ന വാക്കാണ്. ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. Information and Communication Technology, ICT, is the term often used as an extended synonym for Information Technology. ICT എന്നത് ITയുടെ ഒരു വികസിത രൂപമാണ്, വിശദമായ രൂപമാണ്. It is more specific in integrating telecommunication and computers, comprising of many technologies for capturing, storing, processing, interpreting and printing information. ITയുടെയും വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യയുടെയും സംയോജനത്തോടുകൂടി, അവയെ സംയോജിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും മനസ്സിലാക്കുകയും അതിന് വിവരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും അതുപോലെയുള്ള മറ്റ് ഉപകരണങ്ങളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ഇൻ്റർനെറ്റ് പോലെയുള്ള നെറ്റ്വർക്കുകളുടെയും സഹായത്തോടുകൂടി വിവരങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും അത്തരം മാധ്യമങ്ങളിൽ അത് സൂക്ഷിക്കുകയും ആ വിവരങ്ങൾ പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമാക്കുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻ അത് ഇത്തരം നെറ്റ്വർക്കുകളിലൂടെ, അവയിലെ സർവീസുകളിലൂടെ, ഇൻ്റർനെറ്റ് പോലുള്ള നെറ്റ്വർക്കുകളുടെ വിവിധ സർവീസുകളിലൂടെ, സേവനങ്ങളിലൂടെ, സോഷ്യൽ മീഡിയ, ഇമെയിൽ തുടങ്ങിയ വേൾഡ് വൈഡ് വെബ്, സെർച്ച് എഞ്ചിൻ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംയോജിത സാങ്കേതിക വിദ്യ, ITയുടെയും വാർത്താവിനിമയ സംവിധാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു സംയുക്ത രൂപമാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT. ഇനി ICTയുടെ വിവിധ മേഖലകളിലെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണരംഗത്തുള്ള ICTയുടെ ഉപയോഗത്തെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ICT സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തുള്ള ഉപയോഗത്തെ ഗവേണൻസ് എന്ന് പറയുന്നു. സോ ഗവേണൻസ് ഈസ് ദി ICT എനേബിൾഡ് ഗവേണൻസ്. ICT അധിഷ്ഠിതമായ, ICT ഉപകരണങ്ങളെയും ടെക്നോളജിയെയും ICT നെറ്റ്വർക്കിനെയും പ്രയോജനപ്പെടുത്തി നടത്തുന്ന ഭരണത്തെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ICTയുടെ ലക്ഷ്യം എന്നത്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ICT ഈസ് ടു പ്രൊവൈഡ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസ് ഇൻ എ ട്രാൻസ്പെറൻറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് കൺവീനിയൻറ്റ് മാനർ. ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്നത് സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വളരെയധികം സൗകര്യപ്രദമായും കാര്യക്ഷമമായും സുതാര്യമായും എത്തിക്കുക എന്നുള്ളതാണ്. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായും സുതാര്യമായും സൗകര്യപ്രദമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഗവേണൻസിലൂടെ ലക്ഷ്യമിടുന്നത്. The objective of e-governance is to ensure that the services of the government reach the public promptly and efficiently. e-governance അല്ലെങ്കിൽ ഭരണം സർക്കാർ സേവനങ്ങൾ
പൊതുജനങ്ങളിലേക്ക് കൃത്യമായും അതിൻ്റെ ഗുണത്തോടുകൂടിയും അതേ എഫിഷ്യൻസിയോടുകൂടിയും എത്തിച്ചേരുന്നു, ഫലപ്രാപ്തിയിലും എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നു. കാര്യക്ഷമമായിട്ട് കൃത്യമായും ജനങ്ങളിലേക്ക് എത്തേണ്ട സേവനങ്ങൾ എത്തിച്ചേരുന്നെന്ന് ഉറപ്പാക്കുകയാണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ ലക്ഷ്യം. ഇനി ഇ ഗവേണൻസ് കേരളത്തിൽ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, വിവിധ ഗവൺമെൻറ് വകുപ്പുകളിൽ, സർക്കാർ വകുപ്പുകളിൽ ഇന്ന് ഇ ഗവേണൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വാഹന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയെല്ലാം തന്നെ വളരെ വിജയകരമായിട്ട് ഇ ഗവേണൻസ് നടപ്പിലാക്കിയ വിവിധ സർക്കാർ വകുപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത്. നമുക്ക് ഇ ഗവേണൻസിലെ വിവിധ വ്യവഹാരങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇ ഗവേണൻസിലെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, സമൂഹത്തിൻ്റെയും ഇൻ്റർനെറ്റുമായിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്റുമായിട്ടും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ ഓരോ മേഖലകളായി തിരിച്ചിരിക്കുന്നു. സോ ദി ഇൻട്രാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇ ഗവേണൻസിലെ, ഈ ഭരണത്തിലെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളെ അല്ലെങ്കിൽ വ്യവഹാരങ്ങളെ പ്രധാനമായും 4ആയി തിരിക്കാം. ഒന്ന്, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, സർക്കാരും തമ്മിലുള്ള വിവര കൈമാറ്റം, അതിനെയാണ് G2G, അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓഫീസസ്. വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലും സർക്കാർ ഓഫീസുകൾക്കുമിടയിൽ വളരെ അതിപ്രധാനമായിട്ടുള്ള ഓഫീസ് രേഖകൾ, അതുപോലെയുള്ള ഭരണരേഖകൾ കൈമാറുന്ന, ഡിജിറ്റലായിട്ട് കൈമാറുന്ന, ഇലക്ട്രോണിക്കായിട്ട് കൈമാറുന്നതിനെയാണ് G2G എന്ന് പറയുന്നത്. The goal of G2G is to support e-governance initiatives by improving communication, data access and data sharing. ഈ ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യവഹാരമാണ് G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, G2Gയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിലുള്ള G2G സേവനങ്ങൾ, ഇ ഗവേണൻസ് സേവനങ്ങൾ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയും സർക്കാർ ഓഫീസുകൾക്കിടയിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും കാര്യക്ഷമമായും ഇൻ്റർനെറ്റിൻ്റെയും മറ്റും സഹായത്തോടു കൂടി, മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടി നടത്തുക എന്നുള്ളതാണ്. വിവര കൈമാറ്റം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സുരക്ഷിതമായും നടത്തുക എന്നതാണ് G2Gയുടെ ഉദ്ദേശം. ഇനി അടുത്തത് ഇ ഗവേണൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവഹാരമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് ഗവൺമെൻറ് ടു സിറ്റിസൺസ്, G2C. ഗവൺമെൻറ് ടു സിറ്റിസൺസ് എന്ന് പറയുന്നത് ഇ ഗവേണൻസിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇ ഗവേണൻസിൻ്റെ 4 പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഇടപാടുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇ ഗവേണൻസിൽ നടക്കുന്ന 4 തരത്തിലുള്ള ഇടപാടുകൾ. ഒന്ന് G2G, ഇനി മറ്റൊന്ന് G2C. സി എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ്, പൗരന്മാർ. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺസ്. G2C എന്നത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ സർക്കാരും അവിടുത്തെ ജനങ്ങളും പൗരന്മാർക്കും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസാണ്, ഇടനിലയാണ്. G2C സർക്കാരിനും പൗരന്മാർക്കും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. ഹിയർ ദ സിറ്റിസൺസ് എൻജോയ് എ ലാർജ് റേഞ്ച് ഓഫ് പബ്ലിക്. ഇവിടെ G2C സംവിധാനത്തിൽ ഓരോ വ്യക്തിക്കും, ഓരോ പൗരനും ധാരാളം പൊതുസേവനങ്ങൾ, സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് ദി അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് പബ്ലിക് സർവീസസ്. അത് സർക്കാർ സേവനങ്ങളുടെ അല്ലെങ്കിൽ പൊതുസേവനങ്ങളുടെ, സർക്കാർ സേവനങ്ങളുടെ ലഭ്യതയും അവയുടെ വേഗതയും വർദ്ധിപ്പിക്കുന്നു. It improves the quality of services. Its primary purpose is to make the government citizen friendly. So government to citizens means it's an interface between the government and the citizens. സർക്കാരുകൾക്കും പൗരന്മാർക്കും ഇടയിലെ ഒരു പാലമായി
പ്രവർത്തിക്കുന്ന, അവർക്കിടയിൽ ഒരു ഇടനിലയായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഗവേണൻസ് വ്യവഹാരങ്ങളെയാണ് G2C, ഗവൺമെൻറ് ടു സിറ്റിസൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം, G2Cയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഓരോ സർക്കാരുകളെയും തങ്ങൾക്ക് കീഴിലുള്ള പൗരന്മാരുമായി കൂടുതൽ സൗഹൃദത്തിലാക്കുക എന്നുള്ളതാണ്. സർക്കാരുകളെ പൗരസൗഹൃദമാക്കുക എന്നതാണ് G2Cയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലും ജനങ്ങളിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയും മറ്റ് ICT സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടിയും ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടിയും വളരെ വേഗത്തിലും കാര്യക്ഷമമായും കൂടുതൽ പൗരന്മാരിലേക്ക്, ഭൂരിപക്ഷം പൗരന്മാരിലേക്കും അത് എത്തിക്കുകയും അങ്ങനെ ആ സർക്കാരുകളുടെ ജനകീയത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇനി ഈ ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻട്രാക്ഷനാണ്, വ്യവഹാരമാണ് ഗവൺമെൻറ് ടു ബിസിനസ്. ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇ ഗവേണൻസ് ടൂൾസ് to build to help the business community to interact with the government. ബിസിനസ് രംഗത്തെ ബിസിനസ് സ്ഥാപനങ്ങളെ സർക്കാരുകളുമായി ഇടപെടുന്നതിന് സഹായിക്കുന്ന ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോമിനെയാണ് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് an interaction or build a relationship with the government. G2B എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾക്കും ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിനും ആ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വ്യവസായ വാണിജ്യ മേഖലകളിലെ സ്ഥാപനങ്ങളും തമ്മിലുള്ള ICT അധിഷ്ഠിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് G2B. ഇവിടെ ICT ഉപകരണങ്ങളുടെ, പ്രത്യേകിച്ചും ഇ ഗവേണൻസ് ഉപകരണങ്ങളുടെയും ടെക്നോളജിയുടെയും ആപ്ലിക്കേഷനുകളുടെയും സഹായത്തോടുകൂടി ബിസിനസ് ലോകം, ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റുമായി ഇടപെടുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, ഓരോ ഇൻട്രാക്ഷനും ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ G2Gയുടെ ഒരു പ്രധാന ലക്ഷ്യം ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്തായിരുന്നു? To improve the communication speed and data access and data sharing speed between ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓഫീസുകൾക്കും ഇടയിലുള്ള വിവര കൈമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാര്യക്ഷമമാക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ G2C, ഗവൺമെൻറ് ടു സിറ്റിസൺസ്, മറ്റൊരു പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് ഇൻട്രാക്ഷനാണ്, ഇ ഗവേണൻസ് വ്യവഹാരമാണ്. അതിൻ്റെ ലക്ഷ്യം എന്നത് ഗവൺമെൻറ്റിനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കുക, സർക്കാരുകളെ ജനസൗഹാർദ്ദപരമാക്കുക, പൗരസൗഹൃദമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൗരന്മാർക്കുള്ള വിവിധ സേവനങ്ങൾ ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ വിതരണം ചെയ്യപ്പെടുന്നു, അവർക്ക് ലഭ്യമാക്കുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് അത്തരം സർക്കാർ സേവനങ്ങളും പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും ICTയുടെ സഹായത്തോടു കൂടി എത്തിക്കുന്നു. അപ്പോൾ അത് അത്തരം സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഇനി ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു ബിസിനസ് എന്നത് ഈ ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവഹാരമാണ്. ഇവിടെ ICT അല്ലെങ്കിൽ ഇ ഗവേണൻസ് ഉപകരണങ്ങളുടെയും ഇ ഗവേണൻസ് സംവിധാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹകരണത്തോടുകൂടി അതിൻ്റെ ഉപയോഗത്തോടെ ബിസിനസ് മേഖല ഗവൺമെൻറ്റുമായി ഇടപെടുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആശയവിനിമയം നടത്തുന്നു. G2Bയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്നത് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു കട്ട് റെഡ് ടാപ്പിസം, സേവ് ടൈം, റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിയേറ്റ് മോർ ട്രാൻസ്പെറൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് വൈൽ ഡീലിംഗ് വിത്ത് ദ ഗവൺമെൻറ്. എന്ന് പറഞ്ഞാൽ G2B അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ബിസിനസ് വ്യവഹാരങ്ങളുടെ ഇ ഗവേണൻസ് സേവനങ്ങളുടെ G2B സേവനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്
റെഡ് ടേപ്പിസം കട്ട് ചെയ്യുക. റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നാട. പലപ്പോഴും ബിസിനസ്സുകൾക്ക് ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നതിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് ചുവപ്പ് നാട പലതരത്തിലുള്ള സർക്കാർ നയങ്ങളും തടസ്സമാണ്, നിലവിലുള്ള സർക്കാർ നയങ്ങൾ. അപ്പോൾ അത്തരം സർക്കാർ നയങ്ങളെയാണ് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് പാലിക്കേണ്ട പലതരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള പലതരത്തിലുള്ള നിബന്ധനകളെയാണ് നമ്മൾ റെഡ് ടേപ്പിസം, ചുവപ്പ് നാട എന്ന് പറയുന്നത്. ആ ചുവപ്പ് നാട ഒഴിവാക്കുക പരമാവധി. ദ ഒബ്ജക്റ്റീവ് ഇസ് ടു കട്ട് റെഡ് ടേപ്പിസം. അതുപോലെ പ്രവർത്തന ചെലവ് കുറയ്ക്കുക, സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ് പരമാവധി കുറയ്ക്കുക. അങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് സർക്കാരുകളുമായി ഇടപെടുന്നതിന് ബിസിനസ് ലോകത്തിന് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് സുതാര്യമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതാണ് G2B ലക്ഷ്യമിടുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് G2B ഈസ് ടു കട്ട് റെഡ് ടാപ്പിസം and reduce the operational cost and create a more transparent business environment while dealing with the government. അപ്പോൾ ഈ ഗവേണൻസ് സൗകര്യങ്ങൾ, സേവനങ്ങളും ഈ ഗവേണൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വ്യവസായ സ്ഥാപനങ്ങളെയും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ, അതായത് വാണിജ്യ വ്യവസായ ലോകത്തെ ഗവൺമെൻറ്റുമായി, സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനത്തിനെയാണ് G2B എന്ന് പറയുന്നത്. ഇത് ഈ ഗവേണൻസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ G2Bയുടെ ലക്ഷ്യം എന്നത്, G2B സേവനങ്ങളുടെ ലക്ഷ്യം ചുവപ്പ് നാട ഒഴിവാക്കുക, പ്രവർത്തന ചെലവ്, വ്യവസായങ്ങൾക്കുള്ള പ്രവർത്തന ചെലവും അവയുടെ മൂലധന ചെലവും കുറയ്ക്കുക. അതുപോലെ തന്നെ അപ്പോൾ പ്രത്യേകിച്ചും ചുവപ്പ് നാട പരമാവധി കുറയുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്കോ മറ്റ് അത്തരം പ്രദേശങ്ങളിലേക്ക് ബിസിനസ്സുകാർ കൂടുതൽ കടന്നു വരുന്നു. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. ബിസിനസ്സിനെ സംബന്ധിച്ചോളം ചുവപ്പ് നാട പരമാവധി ഒഴിവാക്കി കിട്ടുക എന്നത്, അതുപോലെ തന്നെ പ്രവർത്തന ചെലവും മൂലധന ചെലവും പരമാവധി കുറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെലവ് കുറയ്ക്കുക, പ്രവർത്തന ചെലവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ചുവപ്പ് നാട ഒഴിവാക്കി കൊടുക്കുക, അതുപോലെ അതായത് തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുക്കുക, പരമാവധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ബിസിനസ്സുകൾക്കുള്ള നിബന്ധനകൾ ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ അങ്ങനെ പിന്നെ ഒരു ബിസിനസ്സുകളും അതായത് വ്യവസായ വാണിജ്യ മേഖലയും സർക്കാരുകളും തമ്മിൽ ഒരു സുതാര്യമായ ബിസിനസ് പശ്ചാത്തലം ഇടപെടുന്നതിന് വേണ്ടി അവർ തമ്മിൽ ഇടപെടാൻ ഒരു സുതാര്യമായ ബിസിനസ് പശ്ചാത്തലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് G2Bയുടെ ഉദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഗവേണൻസ് ഇൻട്രാക്ഷനാണ്, ഈ ഗവേണൻസ് വ്യവഹാരമാണ് ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഗവൺമെൻറ് ടു എംപ്ലോയീസ്, ഏതൊരു രാജ്യത്തെയും ഏറ്റവും വലിയ എംപ്ലോയർ, തൊഴിൽദാതാവ് ആ രാജ്യത്തെ ഗവൺമെൻറ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു തൊഴിൽ ദാതാവാണ്, എംപ്ലോയറാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റെയിൽവേ വകുപ്പ്, ഇന്ത്യൻ റെയിൽവേ. ഇനി റെയിൽവേ മാത്രമല്ല, അതുപോലെ ഒരുപാട് സർക്കാർ വകുപ്പുകളിലൂടെ സർക്കാരാണ് ഏതൊരു രാജ്യത്തെയും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ആ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്, എംപ്ലോയർ. വിവിധ ഗവൺമെൻറ് പ്രോഗ്രാമുകളെ സംബന്ധിച്ച ഗവൺമെൻറ്റിൻ്റെ പോളിസികളും നയങ്ങളും, അതുപോലെ തന്നെ അത്തരം പ്രോഗ്രാമുകളെ, സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും അതുപോലെ അവയുടെ റൂൾസും ഓർഡറുകളും ഒക്കെ അവ സംബന്ധിക്കുന്ന ഉത്തരവുകളും ഈ ഗവേണൻസ് സംവിധാനം വഴി ഉദ്യോഗസ്ഥരിലേക്ക്, തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ in G2E the policies and orders regarding various government guidelines for implementing various government programs are made available to the employees as government orders or circulars.
അപ്പോൾ ഏതൊരു രാജ്യത്തെയും ഏറ്റവും വലിയ തൊഴിൽദാതാവ് അവിടുത്തെ സർക്കാരാണ്. സർക്കാരുകൾ വിവിധ സർക്കാർ പദ്ധതികളെ സംബന്ധിച്ചുള്ള മാർഗരേഖകളും നയങ്ങളും, സർക്കാരിൻ്റെ നയങ്ങളും ഇ ഗവേണൻസ് സേവനത്തിൻ്റെ, ഇ ഗവേണൻസ് സർവീസുകളുടെ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന് കീഴിലുള്ള തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് G2E എന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. കൂടാതെ സാലറി ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ ഓൾസോ മാനേജ്ഡ് ത്രൂ ഇ ഗവേണൻസ് സർവീസസ്. ഇതിൻ്റെ ഭാഗമായി G2E ഗവൺമെൻറ് ടു എംപ്ലോയി സേവനങ്ങളുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിലെ വിവിധ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പളം, അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഇ ഗവേണൻസ് സൈറ്റുകളിലൂടെയാണ്, പലതരത്തിലുള്ള ഇ ഗവേണൻസ് പോർട്ടലുകളിലൂടെയാണ്. ഇതാണ് G2E എന്ന് പറയുന്നത്. അപ്പം G2E എന്ന് പറഞ്ഞാൽ സർക്കാർ പദ്ധതികളെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നയങ്ങളും വിവിധ സർക്കാർ പദ്ധതികളെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടുതൽ വിശദമായിട്ട് അവരെ ബോധവൽക്കരിക്കാനുള്ള ഓർഡറുകളും സർക്കുലറുമായിട്ട് അത്തരം പോളിസികളും സർക്കാരിൻ്റെ നയങ്ങളും മറ്റുമൊക്കെ പോളിസികളും സർക്കുലറുകളുമായിട്ട് മിക്കവാറും ഓൺലൈൻ ഇ ഗവേണൻസ് പോർട്ടലുകൾ വഴി, ഇ ഗവേണൻസ് സൈറ്റുകൾ വഴി, ഗവൺമെൻറ് വെബ്സൈറ്റുകൾ വഴി ആളുകളിലേക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളിലേക്ക്, ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുക, അവർക്ക് അതിന് വേണ്ടുന്ന അറിവ് നൽകിയതിന് ശേഷം അത് അവരിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഗവൺമെൻറ് ടു എംപ്ലോയീസ്. മാത്രവുമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു തൊഴിൽദാതാവ് എന്ന നിലയിൽ തൊഴിലാളികളുടെ സൗകര്യം, ഏറ്റവും വലിയൊരു തൊഴിൽദാതാവ് എന്ന നിലയ്ക്ക് തൊഴിലാളികളുടെ സേവന, വേതന, അതുപോലെ തന്നെ അവരുടെ വ്യക്തി വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇ ഗവേണൻസ് സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും G2E ഗവൺമെൻറ് ടു എംപ്ലോയീസ് എന്ന ഇ ഗവേണൻസ് വ്യവഹാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, ഇതിലുമാണ് ഇ ഗവേണൻസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇൻട്രാക്ഷൻസ്. ഇനി അടുത്ത് നമുക്ക് ഇ ഗവേണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഘടന, അത് അടുത്ത സെഷനിൽ